ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശനാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട്, ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേസ് എന്തായെന്ന് മോളൊന്ന് അന്വേഷിക്കണം. ഇപ്പോൾ മോളുടെ മുകളിൽ വേറെ അധികാരികളൊന്നും ഇല്ലല്ലോ, മോളല്ലേ അവിടുത്തെ എസ് ഐ. അതുകൊണ്ട് മോള് തന്നെ ആ കേസ് അന്വേഷിക്കണം. മോൾ അന്വേഷിച്ച ആ കേസ് തെളിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. പുഷ്പം പോലല്ലേ അനാമികയുടെ കേസ് മോൾ ഒറ്റ ദിവസം കൊണ്ട് തെളിയിച്ചത്, അതുപോലെ തന്നെ സച്ചിയുടെ കേസും. അതുകൊണ്ട് ഇതുകൂടെ മോൾ അന്വേഷിച്ച് തെളിയിക്കണം. അപ്പം നന്ദു പറയുന്നുണ്ട്, കുറച്ച് നാളുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അനഘയുടെ ആ കേസും തെളിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പിന്നെ അനഘയുടെ കേസ് ഇപ്പം എന്തായാലും മോള് മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഇപ്പം നമുക്ക് ആ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാര്യത്തെപ്പറ്റി ഒന്ന് അന്വേഷിച്ചാൽ മതി. കാരണം അനഘയുടെ കാര്യം എന്താണെന്ന് മോൾക്ക് അറിയാവുന്നതല്ലേ. മോളുടെ ചേച്ചി നവ്യ എന്ത് തീരുമാനമെടുക്കുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല. പലതവണ മോളുടെ അമ്മയും കനകയും എല്ലാവരും കൂടി അതൊന്ന് പറയാൻ ശ്രമിച്ചതാ. പക്ഷേ ആ സമയത്തൊക്കെ ചന്തുമോളെയും കൊല്ലും, ഞാനും ചാകും, എൻ്റെ കുഞ്ഞിനെയും കൊല്ലും എന്നൊക്കെയാണ് അവൾ പലതവണയായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവളോട് മനസ്സുറപ്പിച്ച് നമുക്ക് ഈ കാര്യമൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം മോള് ആ കേസിനെ പറ്റി അന്വേഷിക്കേണ്ട എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നന്ദു പറയുന്നു, ശരി മുത്തശ്ശ, എങ്കിൽ മുത്തശ്ശൻ പറയുന്ന പോലെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ നന്ദു ജ്വല്ലറിയിലേക്ക് വന്നിട്ട് അവിടുത്തെ CCTVയും അതുപോലെ അന്നവിടെ നടന്ന ട്രാൻസാക്ഷനെ പറ്റിയൊക്കെ അന്വേഷിക്കുകയാണ്. അബിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിന് വല്ലാത്ത പേടിയാവുന്നുണ്ട്. നന്ദു ആണല്ലോ കേസ് അന്വേഷിക്കുന്നത്. മറ്റാരെങ്കിലും ആണെങ്കിലും കാശ് കൊടുത്ത് നമുക്ക് ഒതുക്കി തീർക്കായിരുന്നു. പക്ഷേ നന്ദുവിൻ്റെ അരികിൽ അതൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ അബിയാണെങ്കിൽ ആ കൊല്ലൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അയാളാണെങ്കിൽ പുറത്തും ഇതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് അയാളോട് അബി പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ അനിയത്തി ഇവിടുത്തെ SI ആണ്, അവളാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം എന്നിങ്ങനെ അബി പറയുമ്പോൾ, ആഹാ അതെ സാറിപ്പോൾ എളുപ്പമായല്ലോ. ആ കുട്ടിയോട് പറഞ്ഞാൽ അവരുടെ ചെയ്തു തരികില്ലേ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും. അബി പറയുന്നുണ്ട്, നമ്മൾ കരുതുന്ന പോലുള്ള ഒരാളെ അല്ല അവള്. ഈ കേസിൻ്റെ കാര്യം പറഞ്ഞ് അവളുടെ അരികിലോട്ടെങ്ങാനും ചെന്നാൽ അപ്പം തന്നെ നമ്മളെ തൂക്കിയെടുത്ത് അവൾ അകത്തിടും. അതിപ്പോൾ അവളുടെ ചേച്ചിയാണ് ചെയ്തതെങ്കിലും അവൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ അവൾ അതേപോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതൊരു പെണ്ണല്ലേ സാറേ, അതിനെ അടിച്ചൊതുക്കി ഒരു മൂല കിട്ടാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി. നമ്മളെപ്പോലുള്ള 10 എണ്ണം അവളുടെ മുന്നിൽ നിന്നാലും അവൾ അടിച്ചു തെറിപ്പിക്കും. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. അതുമാത്രമല്ല അവൾക്ക് കളരി അറിയാം. എല്ലാം കൊണ്ടും തികഞ്ഞൊരു പോലീസുകാരിയാണ് അവള്. അതുകൊണ്ട് അവളോട് കളിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. എന്തായാലും ഉറപ്പായിട്ടും അവൾ നിന്നെയും ചോദ്യം ചെയ്യും. ഒന്നും വിട്ടു പറഞ്ഞേക്കല്ലേ. വിട്ടു പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് തനിക്കറിയാലോ. താൻ മാത്രമല്ല ഞാനും കൂടെ ജയിലിലേക്ക് പോകും, അത് തനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. സാറേ, എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. സാറിൻ്റെ മുത്തശ്ശന് എന്നെ നല്ല വിശ്വാസമാണ്. ഒരുപാട് വർഷം കൊണ്ട് ഞാൻ ആ ജ്വല്ലറിയിൽ ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു തിരുമറി ഞാൻ നടത്തിയെന്നെങ്ങാനും അദ്ദേഹം അറിഞ്ഞാൽ എന്നെ ഭൂമിക്ക് മേളിൽ വെച്ചേക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സംശയം പോലും അവൾക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ മേലൊരു സംശയത്തിൻ്റെ തനിമ്പ് പോലും അവൾക്കുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അബി പോകുന്നുണ്ട്. ഇതേ സമയം നന്ദു ആ ജ്വല്ലറിയിലുള്ള എല്ലാവരെയും കുടഞ്ഞിട്ട് പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ അവിടെ ആ സ്വർണം പണിക്കുന്ന പണിക്കാരുടെ കയ്യിൽ നിന്നായിരിക്കാം ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയൊരു സംശയം നന്ദുവിന് ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 4-5 പേര് പണിയുന്നുണ്ട്. പല ഷോറൂമുകളിലായിട്ട് ഒരു ഷോറൂമിൽ വീതം 1-2 പേര് വെച്ച് എല്ലാ ഷോറൂമുകളിലും പണിയുന്നുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷോറൂമിൽ നിന്ന് മാത്രമാണല്ലോ ഈ കള്ളക്കടത്ത് സംഭവിച്ചിരിക്കുന്നത്. അത് അവിടെ നിന്ന് മാത്രം സംഭവിച്ചാണോ അതോ മറ്റേതെങ്കിലും ഷോറൂമിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാ ഷോറൂമിലും അതേപോലെ എല്ലാ സ്വർണ്ണപ്പണിക്കാരെയും കുടഞ്ഞിട്ട് പരിശോധിക്കുന്നുണ്ട് നന്ദു. എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്യുന്നെങ്കിലും നന്ദുവിന് ഒരു ക്ലൂവും കിട്ടുന്നില്ല. അങ്ങനെ ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഒരിക്കൽ എത്തുമ്പോഴും അയാളും പറയുന്നുണ്ട്, മേഡം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ മൂർത്തി സാറിൻ്റെ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നയാൾ പറയുന്നുണ്ട്. തൻ്റെ ഫോൺ ഇങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അയാളുടെ ഫോൺ മേടിക്കുമ്പോഴത്തേനും അയാൾ നിന്ന് വിയർക്കുന്നുണ്ട് കേട്ടോ. അല്ല, താനെന്താ ഇങ്ങനെ വിയർക്കുന്നത്? ഇവിടെ AC ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല മേഡം.
അങ്ങനെ അയാളുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴത്തേനും അബിസാർ എന്ന് പറഞ്ഞൊരു നമ്പർ കാണുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ആഹാ, അബിസാറുമായിട്ട് തനിക്കപ്പോൾ ബന്ധമുണ്ടോ? അത് പിന്നെ മേഡം, അബിസാറ് എനിക്ക് എൻ്റെ കുഞ്ഞിന് സുഖമില്ലായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാശൊക്കെ തന്ന് സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് സാറിനെ കോൾ ചെയ്തിരുന്നത്. ഇടയ്ക്കൊരു നന്ദി വാക്ക് പറയാനായിട്ട് ഞാനും കോൾ ചെയ്യും, അല്ലാതെ വേറൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാണ്. പക്ഷേ നന്ദുവിന് ഇയാളുടെ മേലെ നല്ല സംശയമുണ്ട്. അവിടെ വെച്ച് ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും നന്ദു അയാളുടെ ആലയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നന്ദു അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. നീ എന്താടാ കരുതിയത്? നീ പറഞ്ഞതല്ല ഞാൻ അങ്ങ് വിശ്വസിച്ചെന്നോ? നീ എന്താ കരുതിയത്? നീ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും എത്ര പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വാടാ എന്നും പറഞ്ഞുകൊണ്ട് അയാളെ വലിച്ചഴിച്ചുകൊണ്ട് നന്ദു പോകുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ, മാഡം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നന്ദു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് അയാളങ്ങോട്ട് നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. കേസ് ഏൽപ്പിച്ച് ഏകദേശം 1-2 ദിവസം കഴിയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നന്ദു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങനെ എല്ലാവരും തന്നെയുണ്ട്. ഈ സമയത്തായിരിക്കും അബി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇയാളെ കണ്ടപാടെ അബി ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശ, നമ്മുടെ ജ്വല്ലറിയിലും ഷോറൂമിലും സ്വർണം കടത്തിയതും മോഷണ സ്വർണം വെച്ചതും നിലവാരമില്ലാത്ത സ്വർണം വിറ്റതുമൊക്കെ ഇയാളാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ശരിയാണോടാ നന്ദു പറഞ്ഞത്? അപ്പോൾ താനാണോ ഇതൊക്കെ ചെയ്തത്? അയ്യോ സാർ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഈ കൊച്ചിതൊക്കെ വെറുതെ പറയുന്നതാ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശ, എൻ്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. അബി ഇയാളെ വിളിച്ചതിനും ഇയാൾ അബിയെ വിളിച്ചതിനും എല്ലാത്തിനും എൻ്റെ തെളിവുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ ചോദിക്കുകയാണ്, ഒരാളെ വിളിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അബിയും ആ ഷോറൂമിലെ അംഗം തന്നെയല്ലേ? അപ്പോൾ ഇവനെ ഒന്ന് വിളിച്ചു എന്ന് കരുതി എന്താണെന്തോ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒരു തവണയല്ല, ഒരുപാട് തവണ ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കാറും ഒക്കെയുണ്ട്. അതൊക്കെ ഒരു പ്രശ്നമാണോ നന്ദു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു വീണ്ടും പറയുന്നുണ്ട്, അല്ല, അബി എന്തിനാ ഇയാൾക്ക് കാശ് കൊടുത്തത്? ഇത് കേൾക്കുമ്പോൾ അബി ഒന്നും പറയാനാവാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്. എന്താ അബി, നീ എന്തിനാ ഇയാൾക്ക് കാശ് കൊടുത്തേ എന്നിങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ മേഡം, എൻ്റെ കുഞ്ഞിന് സുഖമില്ലായിരുന്നു. അബിസാറിനോട് ഞാൻ കുറച്ച് കാശ് കടവായിട്ട് ചോദിക്കുകയായിരുന്നു. പിന്നീട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ അബിസാർ എനിക്കത് ചുമ്മാ തന്നു എന്നിങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ഇത് കേട്ട് അബി അതെ കയറ്റിപ്പിടിക്കുന്നുണ്ട്. അതെ, ഞാൻ അങ്ങനെ സഹായിച്ചതാണ്. ഞാൻ സഹായിച്ച കാര്യം ആരും അറിയണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, എങ്കിൽ ഞാൻ നിങ്ങളെ ഒരു റെക്കോർഡിംഗ് കേൾപ്പിക്കാം എന്നും പറഞ്ഞ് നന്ദു അത് കാണിക്കുന്നുണ്ട്. അതേതാണെന്ന് വെച്ചാൽ, അന്ന് നന്ദു ഈ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യാനായിട്ട് ആദ്യം വന്നിട്ട് പോയില്ലേ, ആ സമയത്ത് ആരും അറിയാതെ നന്ദു അവിടെ ഒരു ഒളി ക്യാമറ വെച്ചിരുന്നു. അത് നന്ദു പോയി കളക്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നന്ദു ഇട്ട് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അതായത് അന്ന് അഭി പറയുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ ഭാര്യയുടെ അനിയത്തി വന്ന് കേസ് അന്വേഷിക്കും, ഒന്നും വിട്ടു പറയരുത് എന്ന്. അവളൊരു കേമിയാ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ നമ്മളെ പിടികൂടും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരിടയും നീ കൊടുക്കരുത്. ഒരു സംശയമോ ഒന്നും അവൾക്ക് തോന്നാൻ പാടില്ല. അങ്ങനെ എന്തേലും തോന്നി നിന്റെ വായിന്ന് വല്ലതും വീണാൽ നമ്മളെ എടുത്തകത്തിടും എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നന്ദു റെക്കോർഡ് ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ഓടി വന്ന് അവൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് നല്ല പോലെ തല്ലുന്നുണ്ട്. നീ എന്താടാ കരുതിയത്? ഇതൊന്നും ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ലെന്നോ? സത്യം ഒരു നാൾ പുറത്തു വരും മുത്തശ്ശ. അത് പിന്നെ എന്നിങ്ങനെ പറയുമ്പോൾ നീ മിണ്ടിപ്പോകരുത്. ജലജെ, നിനക്കിതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് കണ്ടോ നീ? നിന്റെ മകന് കമ്പനിയുടെ സ്ഥാനം കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് നിനക്ക് ഭയങ്കര പരാതിയായിരുന്നല്ലോ. 1-2 മാസം മാത്രം ഇവനെ കമ്പനി ഏൽപ്പിച്ചപ്പോൾ എന്തൊക്കെ ഇവൻ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് നിനക്കറിയാവോ? ബില്ലില്ലാതെ ഇവൻ ആഭരണം കൊടുത്തു, മോഷണ സ്വർണം വിറ്റു, അതുപോലെ നിലവാരമില്ലാത്ത സ്വർണം വിറ്റു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ആ ഷോറൂമിൽ ചെയ്തു കൂട്ടിയെന്ന് നിനക്കറിയുമോ? 10-60 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പേരാണ് മൂർത്തിസ് ജ്വല്ലറിയുടെ സൽപ്പേര്. അതൊന്നും ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ ഞാൻ ആരെക്കൊണ്ടും അനുവദിക്കില്ല. ഇതിനൊക്കെ കാരണക്കാരൻ നിന്റെ മകനാ, അബിയാണ് എന്ന് പറയേണ്ട അബിയെ പിന്നെയും തല്ലുന്നുണ്ട്.
നവ്യയാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ കരയുകയാണ്. ഈ സമയത്ത് അയാളുടെ നേരെ മുത്തശ്ശൻ തിരിഞ്ഞിട്ട് അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, നീയൊക്കെ എന്തൊരു മനുഷ്യരാ? നിന്റെ മക്കളുടെ പഠനത്തിനും ഭാര്യയുടെ ചികിത്സയ്ക്കും വീട് പണിക്കും അങ്ങനെ എന്തിനെല്ലാം ഞാൻ നിന്നെ സഹായിച്ചിരിക്കുന്നു. എന്നിട്ടും പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ സാറേ, ഞാൻ വേണ്ടാന്ന് പലതവണ ഈ അഭിസാറിനോട് പറഞ്ഞതാ. ഈ സാറാണ് പണം തന്ന് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാ. ഞാൻ പലതവണ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. കാശ് തന്നിട്ട് കിണറ്റി ചാടാൻ പറഞ്ഞ നീ ചാടുവോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് മൂർത്തി സാറ്. അത് പിന്നെ സാറേ, മിണ്ടിപ്പോകരുത് നീ. നന്ദുമോളെ രണ്ടിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോക്കോ. റിട്ടേൺ കംപ്ലൈൻറ്റ് ഞാൻ തന്നിട്ടുണ്ടല്ലോ. മുത്തശ്ശ, എന്നോട് ക്ഷമിക്ക്. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്നെ മുത്തശ്ശൻ ജയിലിലേക്ക് പറഞ്ഞയക്കരുത്. ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അഭി വന്ന് മുത്തശ്ശൻ്റെ കാല് പിടിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുകയാണ്, ഇല്ല, ഇനി നിനക്ക് മാപ്പില്ല. കുറേയായി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും നിന്റെ വൃത്തികേടുകളും ഞാൻ ക്ഷമിക്കുന്നു. അതിനനുസരിച്ച് നീ എൻ്റെ തലയിൽ കയറുകയാണ്. ഇനി നിന്നോട് ക്ഷമിക്കാൻ ഞാനില്ല. നീ എന്തായാലും കുറച്ചു കാലം പോയി ജയിലിൽ കിടക്ക്. അങ്ങനെയെങ്കിലും നിനക്ക് ബുദ്ധിയും ബോധവും ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ജലജയും വന്നിട്ട് മുത്തശ്ശൻ്റെ കാലെ വീഴുകയാണ്. അച്ഛാ, ഇവനെ ജയിലിലേക്ക് അയക്കരുത്. ഇവനിപ്പോൾ ഒരു കുഞ്ഞും ഒരു ഭാര്യയും ഒക്കെയുണ്ട്. അവൻ അറിയാതെ തെറ്റ് ചെയ്തു പോയതാ. അതിനവൻ മുത്തശ്ശനോട് ക്ഷമ ചോദിച്ചില്ലേ? അവനത് അറിയാതെ പറ്റിയതാ. അതുകൊണ്ട് അച്ഛൻ അവനോട് ക്ഷമിക്കണം. അവനെ ഒരു കാരണവശാലും ജയിലിലേക്ക് അയക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജലജ കരയുന്നുണ്ട്. അഭിയും അതുപോലെ മുത്തശ്ശൻ്റെ കാല് പിടിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല, മര്യാദയ്ക്ക് രണ്ടും എൻ്റെ കാലും ചോട്ടി എഴുന്നേറ്റ് പോക്കോ. ഇല്ലേ ചവിട്ടി എറിയും ഞാൻ രണ്ടിനെ. നന്ദുമോളെ, ഇവരെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. ഇവരൊന്നും ഇവിടെ ജീവിക്കേണ്ടവരല്ല. രണ്ടിനെ ഞാൻ ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തിയിരുന്നതാ. എന്നിട്ടും രണ്ടും കാണിച്ചത് കണ്ടില്ലേ? അഭിക്കെന്താ ഒരു ബ്രാഞ്ച് കൊടുക്കാത്തതെന്നൊക്കെ ചോദിച്ച് നവ്യമോൾ എപ്പോഴും എന്നോട് ചോദിക്കില്ലായിരുന്നോ? ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാ അഭിക്കൊന്നും കൊടുക്കാത്തതെന്ന്? നിന്റെ ഭർത്താവിന് സ്ഥാനം കൊടുക്കുന്നില്ല, ചുമതല കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ മോളുടെ പരിഭവവും പരാതിയൊക്കെ. ഇപ്പം മനസ്സിലായില്ലേ ഇവനെന്താ ഒരു സ്ഥാനം കൊടുക്കാത്തതെന്ന്? കൊടുത്ത 1-2 മാസത്തിൽ തന്നെ ഇവൻ എത്ര രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചതെന്നറിയാമോ? എൻ്റെ സൽപ്പേരിന് എന്തോരം കളങ്കം വരുത്തിയിട്ടുണ്ടെന്നറിയാമോ? ഇനിയും ഞാൻ ഇവനെ ഇങ്ങനെ ക്ഷമിച്ചു വിട്ട് ഓരോന്ന് കൊടുത്തോണ്ടിരുന്നാൽ ഇവൻ എൻ്റെ ഷോറൂമുകളും എൻ്റെ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കും. ഇവനൊക്കെ പറ്റിയ സ്ഥലം ജയില് തന്നെയാണ് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ നന്ദു അഭിയെയും ആ സ്വർണ്ണപ്പണിക്കാരനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ നവ്യ പോയി മുത്തശ്ശൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്ക് വേണ്ടി ഈ ഒറ്റ തവണത്തേക്കിനൊന്ന് ക്ഷമിക്കുവോ? എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് ഞാൻ എല്ലാവരോടും എങ്ങനെ പറയും? ഒന്നാമത് ഇവനെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. മുത്തശ്ശനറിയാലോ, വിവാഹത്തിന് മുമ്പ് തന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തുടങ്ങിയവനാ. ഒരുപാട് പെൺകുട്ടികളെയും ചതിച്ചു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ കുറച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത്. ഇവനിപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. ഇവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നോടിതൊന്നും ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ഈ ഒരു തവണത്തേക്ക് കൂടി മുത്തശ്ശൻ ക്ഷമിക്കണം ഇവനോട് എന്നൊക്കെ പറഞ്ഞ് നവ്യ മുത്തശ്ശൻ്റെ കൈ പിടിച്ച് കരയുകയാണ്. ഈ ഒരു തവണത്തേക്ക് മുത്തശ്ശൻ ഇവനോടൊന്ന് ക്ഷമിക്കുമോ? ഇനി ഇവൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും മുത്തശ്ശൻ്റെ അടുക്ക് ഇതേപോലെ ചോദിക്കാൻ വരില്ല. ഇനി ഒരിക്കലും ഇതേപോലെ ഞാൻ മുത്തശ്ശനോട് ചോദിക്കില്ല. അവനെ ഈ ഒരു തവണത്തേക്ക് ജയിലിൽ അയക്കാതിരിക്കാൻ പറ്റുമോ? ഇതിനു ശേഷം ഇവൻ എന്ത് തെറ്റ് ചെയ്താലും മുത്തശ്ശനൊന്നും ആലോചിക്കേണ്ട, ഇവനെ നേരെ ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കണം. പക്ഷെങ്കിൽ ഈ ഒറ്റത്തവണ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് മുത്തശ്ശൻ ഇതൊന്ന് ക്ഷമിക്കാവോ എന്നിങ്ങനെ ചോദിച്ച് നവ്യ കരയാണ്. അങ്ങനെ മുത്തശ്ശൻ നവ്യയുടെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പറയാണ്, മോളെ, നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ പലരും പലതും മറച്ചു വെച്ചിരിക്കുന്നത്. മോൾക്കും മോളുടെ കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഇവൻ ചെയ്യുന്ന പല കാര്യങ്ങളും പലരും ക്ഷമിച്ച് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മറച്ചു വെച്ച് കൊണ്ടു നടക്കുന്നത്. എന്തിന്? ഈ പറയുന്ന ഞാൻ പോലും പല കാര്യങ്ങളും മറച്ചു വെച്ച് ഒരു കള്ളനെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. എന്താ മുത്തശ്ശൻ എന്തൊക്കെയായി പറയുന്നത്? ഏയ് ഒന്നുമില്ല മോളെ, തൽക്കാലം ഞാൻ ഈ കേസ് വാപ്പസ് വാങ്ങിക്കോളാം. അവനെ ജയിലിലേക്ക് അയക്കുന്നില്ല. പക്ഷേ ഇനി ഒരിക്കലും മോള് അവനെ കമ്പനിയിലെ MD ആക്കാൻ എന്നോട് പറയരുത്.
ഇതോടുകൂടി മോൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ? ഇല്ല മുത്തശ്ശ, ഇനി ഞാൻ ഒരിക്കലും പറയില്ല. ഇവൻ എന്താണെന്നും ഇവന്റെ യോഗ്യത എന്താണെന്നും എനിക്ക് ശരിക്കും മനസ്സിലായി. ഇവനും ഇവന്റെ അമ്മയും ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പഠിച്ചുപോയി. ഇവന്റെ അമ്മ ഓരോന്ന് ഓതിക്കൊടുത്ത് അവൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഈ ഒരു പ്രാവശ്യത്തേക്കിന് മുത്തശ്ശൻ ക്ഷമിക്കണം. ശരി മോളെ. അങ്ങനെ മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, ഞാൻ ആ കേസ് വാപ്പസ് വാങ്ങിക്കോളാം. എന്തായാലും ഈ സ്വർണ്ണക്കടത്തിൽ ആരാണ് കള്ളത്തരം ചെയ്തതെന്ന് എനിക്കറിയണമായിരുന്നു. അത് ഞാൻ അറിഞ്ഞു. മോളോട് പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ മോൾ അത് തെളിയിച്ചു. മോൾക്ക് മുത്തശ്ശൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളുമുണ്ട്. അതുകൊണ്ട് മോള് ഈ കേസ് ഒഴിവാക്കി തരണം. നന്ദു പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരാരായാലും അവരെ ശിക്ഷിക്കപ്പെടണം. എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിന് ചെറിയ വിഷമമുണ്ടായിരുന്നെങ്കിലും നീതി മാത്രമേ ഞാൻ നടപ്പാക്കാറുള്ളൂ. അതുകൊണ്ടാണ് കിട്ടിയ ഉടനെ നേരെ ഇങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചത്. കേസ് പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരി മോളെ. മോളെപ്പോലെ ആവണം പോലീസുകാരെല്ലാം. മുഖം നോക്കാതെ നടപടിയെടുക്കണം. അതിപ്പോ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാണ്. അബിയും നവ്യയൊക്കെ അവിടെ നിന്ന് കരയാണ്. അങ്ങനെ മറ്റേ ആ സ്വർണ്ണപ്പണിക്കാരനും അവിടെ നിന്ന് കരയുന്ന കാണുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താടോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. ആദർശേ, ഇവൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർത്ത് പെട്ടെന്ന് ഒഴിപ്പിച്ചു വിട്ടു. ഇനിയും മേലാൽ മൂർത്തി ജ്വല്ലറിയുടെ പരിസരത്ത് പോലും തന്നെ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, തൻ്റെ കണക്കുകളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നും പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ നേരത്തെ വന്ന പോലീസുകാരന് നീ കൈക്കൂലി കൊടുത്തല്ലേ? അയാളിട്ട് ഇങ്ങനെ ഈ കേസ് വലിപ്പിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇതിനിടയ്ക്ക് ആരോ കളിക്കുന്നുണ്ടെന്ന്. അതിലും ഒരു 80% നീ തന്നെ ആകാനാണ് ചാൻസ് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബാക്കി 20% വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. തെളിവ് സഹിതം എനിക്കതറിയണമായിരുന്നു. നന്ദു അവളെ മിടിക്കുക, അവളിത് തെളിയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഈ കേസ് അവളെ തന്നെ ഏൽപ്പിച്ചത്. കണ്ടോ നീ, നിമിഷ നേരം കൊണ്ട് കേസ് തീർത്ത് ആളെ കൈക്കൊണ്ടു തന്നത്. എടാ, എത്രയൊക്കെ കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് വളഞ്ഞേയിരിക്കുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അത് നിന്റെ കാര്യത്തിൽ കറക്റ്റാ. ചെറുപ്പകാലം തൊട്ട് ഇതുവരെ നീ എന്തെല്ലാം തെറ്റ് ചെയ്തു, എത്ര തവണ ക്ഷമ ചോദിച്ചു, എത്ര തവണ ഞാൻ നിന്നെ തല്ലി, എത്ര തവണ നിന്നെ ഞാൻ ഇറക്കി വിടാൻ പോയി. എന്നിട്ടൊന്നും നിനക്ക് യാതൊരു മാറ്റവുമില്ല. നവ്യമോളെ, നിങ്ങളാരും കരുതുന്ന പോലെ ഞങ്ങളാരും ഇവനെ തഴഞ്ഞിട്ടിരിക്കുകയല്ലായിരുന്നു. ആദർശിനെക്കാട്ടിലും അനിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇവനെയാണ്. അതുപോലെ ഇവളെയും. കാരണം ദത്തുപുത്രിയും അവളുടെ മകനും ഒരു വേർവ്യത്യാസം തോന്നാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് ലാളിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തു. അതും ഓവറായി തന്നെ. ഞങ്ങളുടെ സ്നേഹം അതിരി കടന്നുപോയി. ആദർശിനും അനീനും ഞങ്ങൾ സ്ട്രിക്റ്റായി കണ്ടപ്പോഴൊക്കെ അബിയോട് ഞങ്ങൾ അത്ര സ്ട്രിക്റ്റ് കാണിച്ചില്ല. എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുത്ത്, എന്താഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം നടത്തി കൊടുത്തു. അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു അവൻ്റെ ജീവിതം. അതിന് കൂട്ടായിട്ട് അവൻ്റെ അമ്മയും. ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അവൻ കൈവിട്ടു പോയിന്ന്. പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായിപ്പോയി. അല്ലാതെ ഞങ്ങളാരും ഇവനെ തഴഞ്ഞിട്ടിട്ടോ ഇവനെ സ്നേഹിക്കാഞ്ഞിട്ടോ അല്ല ഇവനിങ്ങനെ ആയിപ്പോയത്. സ്നേഹ കൂടുതൽ കൊണ്ടാ ഇവനിങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം നവ്യം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുത്തശ്ശ. എന്നാലും അബിയെ കേസിൽ നിന്ന് ഒഴിവാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് ചെയ്യാനാ, ഈ ജീവിതം എനിക്കതിങ്ങനെ ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ. ഞാൻ തന്നെ വന്ന് ചാടിയ കുഴിയല്ലേ. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്നിനെ കരകയറാൻ എന്നെ കൊണ്ട് സാധിക്കില്ല മുത്തശ്ശ എന്നും പറഞ്ഞ് നവ്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. നയനയാണെങ്കിലും നവ്യനെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. ഈ സമയത്ത് അബിയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാടാ നീ ഇവിടെ നിന്ന് പോകുന്നത്, നാണം കെട്ടവനെ? എല്ലാവരുടെയും മുമ്പില് കള്ളം പൊളിഞ്ഞില്ലേ ഇപ്പോ? നീ ഒരു പെരുങ്കള്ളനാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നീ എന്തൊക്കെയാ ഈ ചെയ്തു കൂട്ടിയെന്ന് നീ ഒന്നുകൂടെ ഓർത്താ കൊള്ളാം. ഇപ്പോ കരഞ്ഞോണ്ട് കയറിപ്പോള് പോലും നിനക്കൊരു സപ്പോർട്ട് ചെയ്യാത്ത കാലം വരും. അത് നീ ഓർമ്മ വെച്ചു. ഇനിയെങ്കിലും നന്നായിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞെങ്കിലും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അത് ഓർത്തോ നീ എന്ന് പറഞ്ഞ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്.
ജലജ അബിയോട് ചോദിക്കാണ്. ഡാ, എന്താടാ ആ കിളവൻ പറഞ്ഞതിനർത്ഥം? നീ ഇതല്ലാതെ വേറെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മേ, ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി സമാധാനം തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്. ആഹാ, ഇപ്പൊ ഞാനാണോടാ നിന്റെ സമാധാനക്കേട്? നീ ജനിച്ചപ്പം മുതൽ എനിക്ക് ആ സമാധാനക്കേട്. ഇത്രയും വലിയ വീട്ടില് നമ്മൾ ഇത്ര ഇതായിട്ട് ഇവിടെ താമസിക്കുന്നതന്നെ വലിയൊരു കാര്യമായിട്ട് നീ കരുതിയാൽ മതി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറ്റക്കുള്ളിൽ നമ്മൾ രണ്ടും കണ്ടേനെ. അത് ഓർത്താ കൊള്ളാം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങാൻ ശ്രമിക്കണം. അല്ലാതെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനും ശ്രമിക്കരുത്. പിന്നെ നിന്റെ ആ കയറിപ്പോയ ഭാര്യയുണ്ടല്ലോ, അവൾ ഒരാൾ കാരണം മാത്രമാണ് ഇപ്പൊ നീ ജയിലിലേക്ക് പോകാതെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റിയത്. ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ട് നീ ചെന്ന് അവളോട് ചെറിയ സ്നേഹത്തിലൊക്കെ ഒന്ന് പെരുമാറിക്കൂ. പിന്നെയെങ്കിലും 10 കാശ് കയ്യിലുണ്ടാക്കിയിട്ട് വേണം എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. എന്നിട്ട് അബിയാണെങ്കിൽ നവ്യയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. നവ്യയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബി പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഛേ വിടബി, നീ ഇത് എന്നോട് പോലും മറച്ചു വെച്ചില്ലേ? അന്ന് സ്വർണ്ണ നീ ബില്ലില്ലാതെ കൊടുത്തു. അതിന് നീ പറഞ്ഞ കാരണം ശരിയായതുകൊണ്ട് ഞാൻ അന്നത് ക്ഷമിച്ചു. പക്ഷേ ഇത് നീ ചെയ്തത് എന്ത് മോശം സ്വഭാവമാ. ഒരു കള്ളത്തരങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണോ ഒരു കമ്പനി നിൽക്കേണ്ടത്? മൂർത്തീസ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്തോരം വളർന്നു കിടക്കുന്ന സൽപ്പേരുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോയി ഇതേപോലെയുള്ള തിരുമറ കാണിച്ച ആ സ്ഥാപനത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താവും? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ ശരിയാണ്. ആ സ്വർണ്ണപ്പണിക്കാരനില്ലേ, അയാളാണ് എന്നെ പറഞ്ഞ് ഓരോത്തിനും ഇത്ര രൂപ കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റിച്ചത്. അല്ലാതെ ഞാൻ അയാളെ നിർബന്ധിച്ചൊന്നുമല്ല. ഇനിയിപ്പോ ആരെന്തു പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട്, ആ നന്ദു കൊണ്ടുവന്ന ക്യാമറയിലെ റെക്കോർഡിൽ ഞാൻ എല്ലാം വ്യക്തമായിട്ട് കണ്ടു ആരോട് പറഞ്ഞെന്നുള്ളത്. അതൊന്നും പറഞ്ഞ് നീ ഇനി എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. അബി പറയുന്നുണ്ട്, എൻ്റെ മോളെ, എന്നോട് നീ ക്ഷമിക്ക്. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്നാലേ നിനക്ക് നല്ലത്. നിനക്ക് തന്നെ കൊള്ളാം. ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഞാൻ പോയി മുത്തശ്ശന്റെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് നിന്നെ ജയിലിലേക്ക് അയക്കാതെ. അല്ലെങ്കിലേ ഇപ്പം നന്ദു നിന്നെ കൊണ്ടുപോയനെ അറസ്റ്റ് ചെയ്തോണ്ട് നേരെ കോടതിയിലേക്ക്, അവിടുന്ന് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക്. ഈ സുഖവും സന്തോഷവും ഒക്കെ അപ്പ കിട്ടിയെന്ന് വരികയല്ല. അതുപോലെ നിന്നെ നിന്റെ അമ്മേനെയൊക്കെ അവരെടുത്തു വളർത്തിയതല്ലേ. എന്തെങ്കിലും ഒരു കുറവ് അവര് നിനക്ക് വരുത്തിയോ? അങ്ങനെയുള്ളപ്പോ അവരെ സ്നേഹിച്ച് സന്തോഷത്തോടെ ഈ കുടുംബത്തിൽ ജീവിച്ചൂടെ? അല്ലാതെ എന്തിനാ നീ അവരോട് ഈ വാശി വൈരാഗ്യമൊക്കെ കാണിച്ച് ഇങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? നല്ല രീതിയിൽ നീ ഒരു കമ്പനിയിൽ നിന്ന് അത് റൺ ചെയ്ത് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ നിനക്ക് ഒരു കമ്പനിയുടെ ചുമതല കിട്ടും, അത് ഉറപ്പാ. അങ്ങനെ ഓരോന്ന് നോക്കുന്നതിന് പകരം ഇതേപോലെ ഓരോ തോന്നിവാസം കാണിച്ച് ഓരോ കുരുട്ടുബുദ്ധികളും ഒപ്പിച്ച് പെട്ടെന്ന് പണക്കാരാകാൻ നോക്കിയാലേ ഇങ്ങനെ ഇരിക്കും എന്നെങ്ങനെ നവ്യ പറയുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഓരോ തവണയും ഞാനാ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിനക്ക് വേണ്ടി. ഇനി എനിക്ക് അതിനുള്ള ശക്തിയില്ല. ദയവ് ചെയ്ത് എന്നെ, നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനിയെങ്കിലും ഒരു തെമ്മാടിത്തരം കാണിക്കാതിരിക്കണം എന്നൊക്കെ പറയാണ് നവ്യ. അങ്ങനെ അബി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദർശും നയനയും കൂടെ വന്ന് അവരെ വട്ടം വെക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, നീയാണിത് ചെയ്തതെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായതാ. പക്ഷേ തെളിവ് സഹിതം തെളിയട്ടെ എന്നോർത്ത് ഞാൻ മിണ്ടാതിരുന്നതാ. നാണമില്ലല്ലോടാ നിനക്ക്? നമ്മുടെ മുത്തശ്ശനും മുതുമുത്തശ്ശനും ഒക്കെ കൂടി എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥാപനം ഇവിടം വരെ എത്തിച്ചതെന്ന് നിനക്കറിയാമോ? ഞങ്ങളെല്ലാം കൂടിയോ ഊണും ഉറക്കോ ഇല്ലാതെയാണ് ഈ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി നീ കാണിക്കാറുണ്ടോ? അതും പോരാഞ്ഞിട്ട് അവൻ കാണിച്ചു വെക്കുന്ന ഓരോ തോന്നിവാസങ്ങളോ? ഇനി ഇതേപോലെയുള്ള തോന്നിവാസങ്ങൾ നിന്റെ ഭാഗത്തുനിന്നുണ്ടായ മറച്ചു വെച്ചിരിക്കുന്ന പല കള്ളത്തരങ്ങളും പൊളിയുമെന്ന് നീ മറക്കണ്ട. നയന പറയാണ്, ഇപ്പോഴും നവ്യേച്ചിക്ക് അറിയില്ല നീയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യം. അതൊന്നും അറിയാതെ ചേച്ചി എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷമാണ് എന്റെ കൺട്രോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. ആ നിമിഷം എല്ലാം വെട്ടി തുറന്നു പറയും ഞാൻ നിന്റെ ഭാര്യയോട്, എന്റെ ചേച്ചിയോട്. നിന്റെ മകളാണ് ചന്തുമോളെന്നുള്ള കാര്യം എന്നിങ്ങനെ നയന പറയുകയാണ്. അബി പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അത് താഴെ വെച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ. നവ്യ ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതിനിടയിൽ അനഘയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. അനഘ 5-6 വർഷം മുമ്പ് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. അതിന് ഞാനിപ്പോൾ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ നവ്യയും കുഞ്ഞുമാണ് എൻ്റെ ലോകം.
അത് കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അഭി അവിടുന്ന് പോവാണ്. അപ്പൊ നയന പറയുന്നുണ്ട്, അവൻ ഈ കാണിച്ചതൊക്കെ വെറും അഭിനയം മാത്രമാണ്. എന്റെ ചേച്ചിയോടും കുഞ്ഞിനോടും അവൻ ഒരു ശകലം പോലും സ്നേഹമില്ല, വെറുതെ തള്ളി മറിച്ചിട്ട് പോവാണ്. അപ്പൊ ആദർശ് പറയാണ്, അത് പിന്നെ അങ്ങനല്ലേ, ഇവനെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാവുന്നതല്ലേ, ഇവൻ ചെയ്യുന്ന ഫ്രോഡ് തരങ്ങളെ പറ്റിയൊക്കെ എന്നിങ്ങനെ പറയുകയാണ് ആദർശും. അങ്ങനെ അഭി പുറത്തേക്ക് ഇറങ്ങി കാറിലിരുന്ന് ആലോചിക്കുന്നുണ്ട്, ആ നന്ദു അവൾ ഒറ്റയൊരുത്തി കാരണമാണ് എന്റെ എല്ലാം നശിച്ചു. ഇവിടെയാണെങ്കിലോ ആ കിളവന്റെ കാല് വരെ പിടിക്കേണ്ട അവസ്ഥയുണ്ടായി. നവ്യ ഉണ്ടായിരുന്നോണ്ട് മാത്രം ജയിലിലേക്ക് പോകേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജയിലിൽ കിടന്നേനെ എന്നൊക്കെ ചിന്തിച്ച് ആകെ കാലി തുള്ളി ഇരിക്കുമായിരിക്കും. ഈ സമയത്താണ് അവന്റെ ആ ഗുണ്ടയാണെ അവന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ആ അനഘയ്ക്ക് ചെറിയ അനക്കം പോലൊക്കെ തോന്നിക്കുന്നുണ്ട്, സാർ ഇവിടം വരെ ഒന്ന് വരുമോ? ഇത് കേൾക്കുമ്പോഴേക്കും അഭി ഞെട്ടിപ്പോന്നുണ്ട്. അഭി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പറഞ്ഞത്? അനഘയ്ക്ക് അനക്കം ഉണ്ടെന്നോ? അതെ സാർ, അനക്കം ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. സാറൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരാമോ? ദേ ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അഭി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവന്മാര് പറയുന്നുണ്ട്, ഞങ്ങള് ജനലിൽ കൂടെ കണ്ടതാണ്, സാറൊന്ന് അകത്ത് കയറി നോക്ക്. ആ പെണ്ണുമ്പിള്ള അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഞാൻ പോയി നോക്കിക്കോളാം എന്നും പറഞ്ഞ് അഭി അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോ ആ ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് ചോദിക്കാണ്, എന്താ മോനെ ഈ സമയത്ത്? ഏയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കാണണമെന്ന് തോന്നി. അല്ല ഒരു കോഫി കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിനെന്താ മോനെ, ഇപ്പൊ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്കും അഭി അനഘയോട് പറയുന്നുണ്ട്, നീ എന്താടി കരുതിയത്? നിന്റെ കൈയും കാലും അനങ്ങിയെന്നൊക്കെ അവന്മാര് വിളിച്ചു പറഞ്ഞു, അത് സത്യമാണോടി എന്നൊക്കെ ചോദിക്കുകയാണ്. അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. നീ ഇനിയും ജീവിച്ചിരിക്കുന്നത് എനിക്ക് അപകടവാടി എന്നൊക്കെ അനഘയോട് അഭി പറയാണ്. അനഘയാണെങ്കിൽ പേടിച്ച് വരച്ചുകൊണ്ട് ഇവനെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കാണ് കേട്ടോ. ഇനി നീ ജീവിക്കേണ്ട, നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വലിയ അപകടമാണ്. ഇപ്പോ ഓരോ തരത്തിലും എന്നെ ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല. ഓരോ തവണയും കഷ്ടിച്ചാ ഞാൻ രക്ഷപ്പെടുന്നത്. ഇനി നിന്റെ കാര്യം കൂടി എന്റെ ഭാര്യ അറിഞ്ഞ തീർന്നു. ഇനി നീ ജീവിച്ചിരിക്കണ്ട, അതാ നല്ലത് എന്നും പറഞ്ഞ് അവൻ അവളുടെ വായുമുഖം കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനഘ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടയുന്നുണ്ട്. ഇതും കണ്ടോണ്ടായിരിക്കും ജോലിക്കാരി അങ്ങോട്ടേക്ക് വരുന്നത്. ഓടി വന്ന് അവയെ തട്ടി മാറ്റിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഈ കുട്ടിയെ ചെയ്യാൻ നോക്കുന്നത്? ഒന്നുമില്ല, പെട്ടെന്ന് കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി, അതാ ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവി അവിടുന്ന് മുങ്ങുവാണ്. അല്ല നിങ്ങൾ എന്തോ ചെയ്യാൻ നോക്കിയതാണ്, എനിക്കത് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ വരുമ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ മനഃപൂർവ്വം എന്തോ ചെയ്യാൻ നോക്കിയതാണ് എന്നിങ്ങനെ അവർ പറയുമ്പോഴത്തേനും അഭി അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ആരോടെങ്കിലും പറഞ്ഞ വെറുതെ വിടുകയല്ല, കൊന്നു കളയും ഞാൻ. ദേ ആ നിൽക്കുന്നതൊക്കെ കണ്ടോ, അതൊക്കെ എന്റെ ആൾക്കാരാ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അവന്മാര് നിന്റെ കഥ കഴിക്കും. എപ്പോഴും എന്റെ ഒരു കണ്ണ് ഇവിടെ കാണും. ഇവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവളുടെ കയ്യോ കാലോ ഒന്ന് അനങ്ങിയാലേ ആ നിമിഷം ഇവളെ ഞാൻ തീർത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അഭി അവിടുന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ആ ചേച്ചിയാണെങ്കിൽ അനഘയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മൂർത്തി സാറിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്, ഞാൻ ഈ കാര്യം ആരോടെങ്കിലും പറയുകയെല്ലാം ചെയ്താൽ എന്നെ കൊന്നു കളയുന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. ഇവനെ ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ അനഘയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഈ പെണ്ണിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വേലക്കാരി അവിടെ നടന്ന കാര്യങ്ങളും അഭി രാവിലെ വന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനെ എത്രയൊക്കെ വെറുതെ വിട്ടാലും അവൻ പഠിക്കില്ല, അവനെ ഇനി പൂട്ടിയേ മതിയാവൂ എന്നിങ്ങനെ നന്ദു മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ അവിടെ ഒരു CCTV ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ഇതിന്റെ റൂം എവിടെയാ? അങ്ങനെ നന്ദു അകത്തേക്ക് കയറിപ്പോയി രാവിലെ വന്ന് അഭി അനഘയെ കൊല്ലാൻ നോക്കുന്ന വിഷ്വൽസ് ഒക്കെ ഫോണിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഫോണിലെടുത്തതിന് ശേഷം നന്ദു നേരെ വരുന്നത് അനന്തപുരിയിലേക്കാണ് കേട്ടോ. അനന്തപുരിയിലേക്ക് നന്ദു കയറി വരുന്നത് കാണുമ്പം അഭി ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അഭിയോട് നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ കണ്ടപ്പം നിങ്ങൾ എന്തിനാ ഒന്ന് ഞെട്ടിയത്? ഒന്നുമില്ല. അല്ല സംഭവങ്ങളൊക്കെ എനിക്കറിയാം, താനാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. ഇത് കേൾക്കുമ്പോൾ അഭി ഞെട്ടിപ്പോകുന്നുണ്ട്. നന്ദുവിന് ഇതറിയാമെന്നുള്ള കാര്യം അഭിക്ക് അറിയില്ലല്ലോ. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, തനിക്ക് അടങ്ങിയിരിക്കാന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ലല്ലേ? സ്വർണ്ണക്കേസിൽ പോലും തന്നെ മുത്തശ്ശൻ വെറുതെ വിട്ടതല്ലേ,
എന്നിട്ട് പോലും നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കാണ്. അഭി പറയുന്നുണ്ട്, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്നാ എന്നൊക്കെ പറയുമ്പോൾ, ചെയ്തോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ തെളിയിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നിങ്ങനെ ചന്തു പറയുകയാണ്. സോറി, നന്ദു പറയാണ്. അങ്ങനെ നന്ദു എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. ഈ സമയത്ത് നവ്യ വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനി നീ എന്ത് പുകിലും കൊണ്ടാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? എന്തിനാ വെറുതെ എന്റെ ഭർത്താവിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്താ വേറെ കള്ളന്മാരും ആരുമില്ലേ? എന്റെ ഭർത്താവിനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചേച്ചി, കുറെ കാലം കൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ചേച്ചിയോടൊരു കാര്യം മറച്ചു വെക്കുമായിരുന്നു. അതിന്ന് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ചേച്ചി അറിയണം മുത്തശ്ശ, അത് ആവശ്യമാണ്. ചേച്ചി, മുത്തശ്ശന് ഇന്നത്തോടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇവൻ ഇല്ലാതാക്കും. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനും ഒന്നും മിണ്ടുന്നില്ല. കാരണം ആ വീട്ടിലെ അനഘയുടെ വീട്ടിലുള്ള വേലക്കാരി വിളിച്ച് മുത്തശ്ശനോടും കാര്യം പറഞ്ഞിരുന്നു, അബി അനഘയെ കൊല്ലാൻ നോക്കിയ കാര്യം. അപ്പോൾ ഇനിയും അബിയെ വിട്ടുവെച്ചാൽ അനഘയുടെ ജീവിതം ഇല്ലാതാക്കുമെന്ന് മുത്തശ്ശനും മനസ്സിലായി. അങ്ങനെ മുത്തശ്ശൻ നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളാൻ അനുവാദം കൊടുക്കുകയാണ്. നന്ദു ആണെങ്കിൽ ചേച്ചിനോട് എനിക്കൊരു കാര്യം കൂട്ടം കാണിക്കാനാണ് ഉള്ളതെന്ന് പറഞ്ഞ് നന്ദു എടുത്തുകൊണ്ട് വന്ന CCTV ഫുട്ടേജ് TV-യിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ ഫുട്ടേജ് ഓൺ ആകുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്, അഭിയാണ് പറയുന്നത്, നിന്റെ മകള് എന്റെ കുഞ്ഞാണ് ചന്തുമോള് എന്നുള്ള വിവരം ഒരു കാരണവശാലും എന്റെ ഭാര്യ അറിയാൻ പാടില്ല. നീ ജീവിച്ചിരിക്കുന്നത് പോലും എനിക്ക് അപകടമാണ്. നീ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നീ അങ്ങ് ചത്തേരെ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് നിൽക്കാൻ അറിയാം. പിന്നെ നിന്റെ മോളുണ്ടല്ലോ ആ ചന്തു, അവളുണ്ടേലല്ലേ DNA ടെസ്റ്റ് എടുത്ത് എല്ലാവർക്കും ഞാനും അവളും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ പറ്റൂ. അവളെ കൂടി ഞാൻ അങ്ങ് ഇല്ലാതാക്കും. ആരും ഒന്നും അറിയാതെ നിന്റെ കൊച്ചിനെ ഞാൻ അങ്ങ് ഇല്ലാതാക്കും. പിന്നെ ആര് എന്നാ ടെസ്റ്റ് ചെയ്ത് എന്നാ ഉണ്ടാക്കാനാ? അബിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിടത്തും അബിയെ തോപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അത് നീ എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ സഹിതം ചത്ത് തൊലയാനുള്ളതിന് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എത്ര കാലം കൊണ്ട് ബാക്കിയുള്ളവരെ തീറ്റിച്ച് നീ ഇങ്ങനെ കിടക്കാടി. നീ ഇനി ഇവിടെ കിടക്കണ്ട, നീ പൊക്കോ, എന്നേക്കുമായിട്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ അങ്ങ് പൊക്കോ എന്നും പറഞ്ഞ് അവളുടെ മൂക്കും വായുവൊക്കെ അബി പൊത്തിപ്പിടിക്കുന്നുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവനത് ചെയ്യുന്നത്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം നവ്യ കണ്ടോണ്ടിരിക്കുകയാണ്. അവന്റെ വായിൽ നിന്ന് തന്നെ ചന്തുമോള് അവന്റെ കുഞ്ഞാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം കേട്ട് ആകെപ്പാട് ഷോക്കായി നവ്യയും ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നയന വന്നിട്ട് നവ്യയോട് പറയാണ്, ചേച്ചി, ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾക്കറിയാം. ആദർശേട്ടനല്ല, അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യവും. ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിച്ചാ ഞങ്ങളാരും ഇതുവരെ ചേച്ചിയോടൊന്നും തുറന്നു പറയാതിരുന്നത്. പക്ഷേ അതിന്റെ സമയമൊക്കെ അതിക്രമിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇന്ന് രാവിലെ ഇവൻ പോയിട്ട് ആ അനഘയെ കൊല്ലാൻ നോക്കി. ഇനിയും ഇത് മറച്ചു വെച്ച ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താന്ന് മനസ്സിലായതുകൊണ്ടാണ് ചേച്ചി ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഇത് തുറന്നു പറയാൻ തയ്യാറായത്. ദയവ് ചെയ്ത് ചേച്ചി വേറെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. മുത്തശ്ശ മുമ്പോട്ട് വന്നിട്ട് അബിയെ കഴുത്തിന് പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് അവനെ പൊതുരെ തല്ലുന്നുമുണ്ട്. മോളെ നവ്യേ, ഇനിയിപ്പോൾ ഇവനെ തല്ലുന്നതിനോ ഇവിടുന്ന് പുറത്താക്കുന്നതിനോ ഒന്നും നിനക്ക് പ്രശ്നമില്ലല്ലോ. ഇത്രയും നാളും ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു സത്യം കടിച്ചു പിടിച്ച് നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇതറിയാത്തതായിട്ട് ഇവൻ്റെ അമ്മയും ജാനകിയും പിന്നെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ സത്യങ്ങളെല്ലാം അറിയാം. അതുപോലെ മോളുടെ അമ്മയ്ക്കും അച്ഛനും ഇക്കാര്യം അറിയാം. മോളുടെ ഭർത്താവിൻ്റെ കുഞ്ഞിനെയാണ് നയനമോൾ ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയത്, അല്ലാതെ അത് ആദർശിൻ്റെ കുട്ടിയല്ല. നവ്യയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ബോധം കെട്ട് താഴെ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നവ്യയെ പൊക്കിയെടുത്ത് സോഫയിൽ കിടത്തുന്നുണ്ട്. എന്നിട്ട് ബോധം വന്നപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ഇതുവരെ ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും മോളോട് പറയാതിരുന്നത്. മോള് തന്നെ നോക്ക്, ഇവൻ എന്തെല്ലാം തെറ്റാ ചെയ്തേക്കുന്നേ. സ്വർണം മോഷണവും കള്ളക്കടത്തും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ 5 വയസ്സുള്ളൊരു മകളുണ്ട് ഇവന്. അത് അംഗീകരിക്കാൻ പോലും അവൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ കുഞ്ഞിന്റെ മുഖത്ത് ഒന്ന് നോക്കാനോ അതിനെ ഒന്ന് എടുക്കാനോ പോലും അവൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. അതുകൊണ്ടാ മോളെ ഞാൻ പറഞ്ഞത്, ഇവന്റെ മനസ്സ് മുഴുവൻ ക്രൂരത നിറഞ്ഞതാ. ഇവന്റെ മനസ്സിൽ മുഴുവൻ പണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ. വേണമെങ്കിൽ മോളെയും കുഞ്ഞിനെയും വരെ ഇവൻ വിൽക്കാൻ തയ്യാറാകും പണത്തിന് വേണ്ടി.
എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഈ സമയം നയന നവ്യയുടെ ഇരിക്കെ പോയിരുന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി കരയാതെ, ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഞങ്ങൾക്കറിയാമായിരുന്നു. ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ചേച്ചിയോട് മാത്രം ഇതുവരെ ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജലജയും ആകെപ്പാടെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയാണ്. ദേവയാനി അപ്പോൾ ജലജയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ജലജെ? നീ നാഴികയ്ക്ക് 40 വട്ടം പറയുമായിരുന്നല്ലോ എൻ്റെ മകനാണ് തെറ്റുകാരനെന്ന്. അവനൊരു പെണ്ണിനെ പ്രേമിച്ചു, അതിലൊരു കുട്ടിയുണ്ടാക്കി, അവനെ അതിനെ കൊല്ലാറാക്കി എന്നൊക്കെയല്ലേ നീ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ചെയ്തത് ആരാണെന്ന്? നിന്റെ മോൻ തന്നെയാ ഇതെല്ലാം ചെയ്തത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നവ്യേ, നിന്നെ ഓർത്താണ് ഇത്രയും കാലം ഞങ്ങളെല്ലാം ക്ഷമിച്ചത്. ഇവനെപ്പോലെ ഒരു വൃത്തികെട്ടവനാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ വല്ല വിഷവും കൊടുത്ത് കൊന്നാ മതിയായിരുന്നു. ഇവനെയൊക്കെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തി ഇവിടം വരെ എത്തിച്ചിട്ട് ഇവൻ നമുക്ക് തരുന്ന സന്തോഷവും സമാധാനം ഇതൊക്കെയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്ക് സങ്കടമൊന്നുമില്ല. ഇവന്റെ കയ്യിൽ നിന്ന് ഇതല്ല ഇതിലപ്പുറം ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇത്രയും നാളും എന്നെയും എൻ്റെ മകനെയും ഇവൻ സ്നേഹിക്കുകയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അതെല്ലാം കള്ളത്തരങ്ങളായിരുന്നു. ഇവന്റെ ഭാഗം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചത് മാത്രമായിരുന്നു. ഇപ്പോൾ അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നയനെ, നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. നീ പറഞ്ഞതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം. സത്യം എന്താണെന്നറിയാതെ നിങ്ങളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി. എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും വലിയ ത്യാഗം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല നവ്യേ, നീ നയനയുടെ ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ്. നീയും നിന്റെ കുഞ്ഞും എന്നും ഈ വീട്ടിലുണ്ടാവണം. അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു സത്യം മറച്ചു വെച്ചത്. എനിക്കും നന്ദുവിനും അങ്ങനെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഈ ഒരു കാര്യം. അതുപോലെ നിന്റെ അച്ഛനും അമ്മയ്ക്കും അവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. അവര് ഈ അടുത്തിടയ്ക്കാണ് അറിഞ്ഞത്. നിന്റെ അമ്മയും അച്ഛനും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ സഹിക്കാൻ വയ്യാതെ സഹികെട്ടാണ് നയന അക്കാര്യം അവരോട് പറഞ്ഞത്. അനഘയ്ക്ക് ഈ കോമ സ്റ്റേജിലായ അന്ന് തന്നെ ഞങ്ങൾ അറിഞ്ഞതാണ് ഇതിന് പിന്നിൽ അഭിയാണെന്ന്. അതുപോലെ അഭി ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അഭിയുടെയും ചന്തുമോളുടെയും രണ്ടുപേരും DNA ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പ് കിട്ടി. ഇവനെ പേടിച്ച് അനഘയ്ക്ക് വേണ്ടി ആ വീടിന് മുത്തശ്ശൻ പ്രൊട്ടക്ഷൻ വരെ കൊടുത്തിട്ടുണ്ട്. പാവം ആ കുട്ടി ഇപ്പോൾ ജീവച്ചാവം പോലെ കിടക്കുകയാണ്. ഒരിക്കലും ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്നാണ് ഡോക്ടർമാരെല്ലാം പറയുന്നത്. എങ്കിലും ചന്തുമോൾക്ക് വേണ്ടിയെങ്കിലും ഒരിക്കലെങ്കിലും ആ കുട്ടി തിരികെ എത്തണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ അങ്ങനെ ആൾക്കാരെ നിർത്തിയിരിക്കുന്നത്. എത്രയെന്ന് പറഞ്ഞാലും ഈ കുഞ്ഞ് അബിയുടെ ചോരയല്ലേ. അബി ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയനാണ്. പക്ഷെ അവൻ്റെ മനസ്സിൽ അങ്ങനൊന്നുമില്ല. അവൻ്റെ മനസ്സിൽ ഒറ്റയൊരു ചിന്തയുള്ളൂ, പണം, കാശ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. എന്തായാലും നവ്യ വിഷമിക്കേണ്ട. ഒരിക്കലും നവ്യ മോനും ഈ പടി ഇറങ്ങേണ്ടി വരില്ല. നിങ്ങളും ഈ കുടുംബത്തിന്റെ അവകാശികൾ തന്നെയാണ് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനപ്പോൾ അഭിയോട് പറയുന്നുണ്ട്, ഇനി എന്തിനാടാ നീ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോടാ വൃത്തികെട്ടവനെ. വീണ്ടും ജലജ അഭിയൊക്കെ മുത്തശ്ശന്റെ കാല് പിടിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യം നവ്യ, മുത്തശ്ശ, രണ്ടുപേരെയും ജയിലിലാക്കിയാരെ ഇനി സപ്പോർട്ട് പിടിക്കാൻ ഒരിക്കലും ഞാൻ വരില്ല. രണ്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി. ഇതേപോലുള്ള ആളുകൾ ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. അത് ബാക്കിയുള്ളവർക്കൊക്കെ ദോഷം ചെയ്യും. അനഘയും ചന്തുമോളെയും അതുപോലെ എന്നെയും കുഞ്ഞിനെയും വരെ കൊല്ലാൻ ഇവൻ മടിക്കില്ല. നന്ദു, ആ അനഘയെ കൊല്ലാൻ നോക്കിയാനുള്ള ശിക്ഷയായിട്ട് നീ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോ. അതിനുള്ള തെളിവുകളൊക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ. ഇവനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോ. അങ്ങനെയെങ്കിലും ഇവനൊന്ന് പഠിക്കട്ടെ എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അങ്ങനെ നന്ദു അനഘയെ കൊല്ലാൻ നോക്കിയ കേസിന് അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയം ജലജ നവ്യയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട്, നീ പറഞ്ഞ അവര് അബിയെ ജയിലിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ജലജ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അവൻ ആ പെൺകുട്ടിയെ നശിപ്പിച്ചു. അതിലവൻ ഒരു കുഞ്ഞുണ്ടായി. എന്നിട്ടിപ്പോൾ ദേ അവളെ കൊല്ലാനും നോക്കുന്നു. അത് മാത്രമല്ല, ഇതുവരെ ഇവൻ എന്നോടും കുഞ്ഞിനോടും കാണിച്ചത് മൊത്തം കള്ളത്തരമല്ലേ, അഭിനയമല്ലേ. ഇങ്ങനെ പലരോടും പല രീതിയിൽ പെരുമാറുന്ന ഇവനൊന്നും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഇവന് കിട്ടേണ്ട ശിക്ഷ ഇവന് കിട്ടിയേ പറ്റൂ. ഈ വീട്ടിലുള്ളവരാണ് എനിക്കിപ്പോൾ വളർത്തുന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും. അതുകൊണ്ട് ഇനിയും ഞാൻ ഇവിടെ തന്നെ തുടരും. അവൻ എതിലേ പോയാലും എനിക്കറിയേണ്ട കാര്യമില്ല. ജയിലിൽ പോയി കിടക്കുമ്പോഴെങ്കിലും അവൻ്റെ തലയ്ക്ക് കുറച്ച് വെളിവ് വരുവാണെങ്കിൽ വരട്ടെ.
നിങ്ങളെയും കൂടെ അയക്കേണ്ടതാ അവൻ്റെ കൂടെ ജയിലിലേക്ക്, അത് ഓർത്തോ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നയന അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്.